നമസ്കാരം. നിങ്ങൾ പലർക്കും കണ്ണിൻ്റെ അകത്ത് പുകച്ചലോ അല്ലെങ്കിൽ ഒരു വരണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു എന്തോ ഒരയുന്ന പോലത്തെ ഒരു ഫീലോ ഉണ്ടാകാറുണ്ടോ? എന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അത് ഡ്രൈ ഐ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാകാം. എന്താണ് ഈ ഡ്രൈ ഐ സിൻഡ്രോം? നമ്മുടെ കണ്ണിൻ്റെ പുറത്ത്, അതായത് കൺജങ്ക്റ്റിവ അല്ലെങ്കിൽ കോർണിയയുടെ മുകൾ വശത്ത് ഒരു ഫ്ലൂയിഡായിട്ടൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ പേരാണ് ടിയർ ഫിലിം എന്ന് പറയും. ഈ ടിയർ ഫിലിമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ടിയേഴ്സിൻ്റെ നമ്മളെ കണ്ണുനീരിൻ്റെ എക്സസ് ആയിട്ട് ഇവാപ്പറേഷൻ കൊണ്ടോ നമ്മളെ കണ്ണ് ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷനാണ് ഡ്രൈ ഐ സിൻഡ്രോം. ഇത് ആർക്കൊക്കെ വരാം? നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്ക്, അമിതമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പലപ്പോഴും കാണുന്ന ഒരു അസുഖമാണ് ഡ്രൈ ഐ. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണ് ചിമ്മാൻ നമ്മൾ മറന്നുപോകും. ആ ബ്ലിങ്കിങ് റേറ്റ്, അതായത് യൂഷ്വലി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്ലിങ്കിങ് റേറ്റ് എന്ന് പറയുന്നത് പെർ മിനിറ്റ് ഒരു 16 to 20 ടൈംസ് നമ്മൾ കണ്ണ് ചിമ്മണം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ വർക്ക് ടെൻഷൻ കൊണ്ടും അല്ലെങ്കിൽ അതിലൊരു കോൺസെൻട്രേഷൻ കൊണ്ടും നമ്മൾ കമ്പ്യൂട്ടർ നോക്കുമ്പോഴൊക്കെ അത് പലപ്പോഴും നമ്മൾ ചിമ്മാൻ നമ്മൾ മറന്നുപോകും. അപ്പോൾ നമ്മൾ കണ്ണ് അടയ്ക്കാനും തുറക്കാനും മറന്നു പോകുമ്പോൾ കണ്ണ് എപ്പോഴും കൂടുതലായിട്ട് കണ്ണ് തുറന്ന ഒരവസ്ഥയായിരിക്കും. അപ്പം കൂടുതലായിട്ട് ആ ഒരു എക്സ്റ്റേണൽ സറൗണ്ടിങ്സായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് കണ്ണിലെ കണ്ണുനീര് ഇവാപ്പറേറ്റ് ആയിപ്പോയി അവിടെ ഒരു ഡ്രൈ കണ്ടീഷൻസ് വരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ IT ഫീൽഡിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഡ്രൈ ഐ കണ്ടീഷൻസ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ ഡ്രൈ ഐ ജെൻസിന് മാത്രമല്ല, കുറച്ചും കൂടി എൽഡർലി ആയിട്ടുള്ള ലേഡീസിനും വരാൻ ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് മെനോപോസുമായിട്ട് അനുബന്ധമായിട്ടുള്ള റീസൺസ് കൊണ്ട്. പിന്നെ എക്സസൈസ് സ്മോക്ക് ചെയ്യുന്നവർക്കും കാണപ്പെടാറുണ്ട്. ചില ഡെഫിഷ്യൻസീസ് കൊണ്ട്, അതായത് വൈറ്റമിൻ എ അല്ലെങ്കിൽ B12, B2 ഡെഫിഷ്യൻസീസ് കൊണ്ടും ഡ്രൈ ഐ കണ്ടീഷൻസ് വരാം. പിന്നെ പലപ്പോഴും റെഗുലറായിട്ട് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരിലും കാണാം. ചില സർജറികൾ, അതായത് കാറ്ററാക്ട് സർജറി ചെയ്തവർക്ക് അല്ലെങ്കിൽ ലാസിക് പോലത്തെ സർജറി ചെയ്യുന്നവരിലും ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഡ്രൈ ഐ കണ്ടീഷൻസ് വരാം. പിന്നെ ചില ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കണ്ണിലുണ്ടാകുന്ന അതിൻ്റെ അനുബന്ധമായിട്ടും ഡ്രൈ ഐ കണ്ടീഷൻസ് വരാറുണ്ട്. പിന്നെ കുറേ കാലങ്ങളായിട്ട് ചില മെഡിസിൻസ് എടുക്കുന്നവർ, പ്രത്യേകിച്ച് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ്, ഡയോറിറ്റിക്സ് പോലത്തെ മെഡിസിൻസ് എടുക്കുന്നവർ, ഇവരിലെല്ലാം ഡ്രൈ ഐ കണ്ടീഷൻസ് കാണാറുണ്ട്. അതുകൂടാതെ തന്നെ ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മളൊരു ഓപ്പൺ കാറിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ടൈം ഒരു 8 to 10 മണിക്കൂർ വരെ ഒരു എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഹോട്ട് എയർ എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, ഇവരിലൊക്കെ ഡ്രൈ ഐ കണ്ടീഷൻസ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും, അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആകാം അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ പൊതുവേ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ, ലോക്കലി ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും അത് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുകയും അത് ടിയർ സെക്രീഷൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രൈ കണ്ടീഷനായിരിക്കും. കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വരണ്ട ഒരു അവസ്ഥ ഉണ്ടാകാം. ചിലർക്ക് പുകച്ചിൽ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകാം, ചൊറിച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ, അതായത് കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ ഒരയുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാകാം. കുറച്ചും കൂടി ലേറ്റർ സ്റ്റേജിലൊക്കെ ആകുമ്പോൾ വിഷനെ ബാധിക്കും, അതിൽ ബ്ലേഡ് ആയിട്ടുള്ളൊരു വിഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഫോട്ടോഫോബിയ, അതായത് ഈ ലൈറ്റ് അതായത് ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, കണ്ണ് ചിമ്മിപ്പോകുന്നൊരവസ്ഥ, എപ്പോഴും കണ്ണടച്ച് വെക്കാൻ തോന്നുന്നൊരവസ്ഥ, അതായത് എപ്പോഴും തുറക്കുമ്പോൾ കണ്ണ് തുറന്ന് വെക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു പുകച്ചിലും ഒരു ഇറിറ്റേഷൻസ് കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടിയാണ് ഈ ഡ്രൈ ഐ കണ്ടീഷൻസ്. ഡ്രൈ ഐ സിൻഡ്രോം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വാതജമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വാതകരമായിട്ടുള്ളൊരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ടൊരു ചികിത്സ എന്ന് പറയുന്നത് സ്നേഹപാനമാണ്, പ്രത്യേകിച്ച് ഘൃതപാനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. അതിനോടനുബന്ധിച്ചിട്ട് നസ്യം ഒരു പ്രധാന ചികിത്സയാണ്. കാരണം ഒരു ഡ്രൈ ഐ നമ്മൾ കണ്ണിനെ അനുബന്ധമായിട്ടുള്ള അസുഖം ആയതുകൊണ്ട് ഊർധ്വാംഗ ഭാഗമായിട്ടുള്ള ഏത് തരത്തിലുള്ള അസുഖത്തിനും നസ്യം ഒരു പ്രധാന ചികിത്സാ രീതിയാണ്. അപ്പോൾ ആദ്യം നസ്യം ചെയ്ത് ശോധനം ചെയ്തതിന് ശേഷം മാത്രമേ പലതരത്തിലുള്ള നേത്രക്രിയകൾ ചെയ്യാൻ പാടുള്ളൂ. നേത്ര സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്
അക്ഷുശാലനമാണ്, നേത്രശാലനമാണ്. ശാലനം എന്ന് പറഞ്ഞാൽ സേകം, നമ്മുടെ ത്രിഫലാക്ഷാലനം വെച്ചിട്ടോ കണ്ണിൽ പതുക്കെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ശാലനക്രിയ. അത് ത്രിഫല ചൂർണം വെച്ചോ അല്ലെങ്കിൽ ത്രിഫലത്തിൻ്റെ സൊല്യൂഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാലും റോക്ക് സോൾട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാലനക്രിയ ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ത്രിഫലവും ഇരട്ടി മധുരവും മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ശാലനക്രിയ ചെയ്യാം. അതുകൂടെ തന്നെ നേത്രസേകം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേത്രാശ്ചോദനം, നേത്രാഞ്ജനം, അഞ്ജനക്രിയകൾ, പിന്നെ തർപ്പണം. അക്ഷതർപ്പണം ഒരു പ്രധാനപ്പെട്ട ചികിത്സ കൂടി തന്നെയാണ് ഈ തരത്തിലുള്ള ഡ്രൈ ഐ സിൻഡ്രോമിൽ. അപ്പോൾ ഇതുകൂടാതെ അതായത് ലോക്കലി നേത്ര ക്രിയകൾ കൂടെ തന്നെ ഒരു രൂക്ഷത കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൂർത്തിതൈല പ്രയോഗങ്ങൾ, അത് ശിരോഅഭ്യംഗം അല്ലെങ്കിൽ ശിരോതളമായിട്ടോ അല്ലെങ്കിൽ ശിരോവസ്തി പോലത്തെ ചികിത്സകളൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സകളാണ്. ഇതിന് കൂടെ തന്നെ അതായത് ചികിത്സയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന് ഡ്രൈ ഐ കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പല തരത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണ് ചിമ്മാൻ മറന്നു പോകുന്നത്. അപ്പോൾ ആ ബ്ലിങ്കിങ് റേറ്റ് നമ്മൾ കുറച്ച് കൂട്ടുക. അതായത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മിനിമം പെർ മിനിറ്റ് ഒരു 10 to 20 ടൈംസ് നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ മറന്നു പോകും, എന്നാലും അത് ശ്രമിക്കണം. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴൊക്കെ പരമാവധി ഒരു ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ള ഗ്ലാസ്സസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തത് പലപ്പോഴും നമുക്ക് ഒരു ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഐബോൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് മുകളിലോട്ടും താഴോട്ടും 2 വശത്തേക്കുമായിട്ട് കണ്ണ് ഐബോൾ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ടൈം, ഒരു എവറി ഹാഫ് ആൻ അവർ ഒരു ബ്രേക്ക് എടുത്തിട്ട്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ 2 കൈയും നമ്മൾ കൈയിൻ്റെ പാം സർഫസസ്, അതായത് 2 കൈയുടെ പാം സർഫസ് നമ്മൾ കണ്ണടച്ച് പിടിച്ച് കണ്ണടച്ച് വെച്ചിട്ട് അത് നമ്മളുടെ കണ്ണിൻ്റെ പോളയിൻ മുകളിൽ ഇങ്ങനെ വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് ഒരു പാമിങ് എന്ന് പറയും ഇതിൻ്റെ പേര്. അതായത് ഒരു തരത്തിലുള്ളൊരു എക്സസൈസാണ്. അത് കണ്ണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണിത്. അപ്പം എപ്പോഴും നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴേ ഈ UAE പോലത്തെ രാജ്യത്തൊക്കെ എപ്പോഴും ഒരു 8 to 10 മണിക്കൂർ മിനിമം വർക്ക് ടൈം ആയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഇത്തരത്തിലുള്ള എക്സസൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐബോൾ എക്സസൈസസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാമിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലവണ്ണം കണ്ണിന് റിലാക്സ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ അതായത് ചികിത്സയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള ഫാക്ടേഴ്സ്. അതായത് എങ്ങനെയൊക്കെ നമുക്ക് ഡ്രൈ ഐ കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ പലതരത്തിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനം അതിൻ്റെ കോസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് ചിമ്മാൻ മറന്നു പോകുന്നത്. ബ്ലിങ്കിങ് റേറ്റ് കുറവാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ബ്ലിങ്കിങ് റേറ്റ് 16 to 20 per minute ആണ്, 16 times per minute ആണ്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഡ്രൈ ഐ കണ്ടീഷൻസ് പോലത്തെ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഒന്നുകിൽ ചികിത്സ തേടണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സസൈസസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ഫർദറായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സസൈസസ് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കണം. ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, സർവേന്ദ്രിയാണാം നയനം പ്രധാനം. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും വെച്ചിട്ട് നമ്മുടെ കണ്ണ്, നയനമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡ്രൈ ഐ കണ്ടീഷൻസ്, ഡ്രൈ ഐ സിൻഡ്രോം അല്ലെങ്കിൽ വളരെ ചെറുതാണ് എന്ന് ചിന്തിച്ച് ചികിത്സിക്കാതെ അത് വൈകിപ്പിച്ചിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതെ എത്രയും പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്.